Hi dears, welcome back to our chemistry class. We are discussing with our 5th unit acid, base and salt. In the last class we have discussed with the neutralization reaction. Neutralization reaction എന്ന ടോപ്പിക്ക് നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നതെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽക്കലി ആഡ് ചെയ്യുന്നു. ആൽക്കലിയുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു അല്ലേ. അതുപോലെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് നമ്മൾ സോയിൽ അസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറാണോ ഉള്ളതെന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഓരോ ക്രോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും ഏത് സോയിലാണ് ഓരോ ക്രോപ്പിനും സ്യൂട്ടബിൾ ആയതെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് സോയിലിൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് ദ ടോപ്പിക് pH വാല്യൂ. pH വാല്യൂ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് പറയുന്നത്. അതായത് ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, sodium hydroxide solution and distilled water in 3 test tubes. Use red litmus paper and blue litmus paper to find out the nature of the solution. Also add 2 or 3 drops of phenolphthalein solution to the 3 test tubes. Record the observation and find out the nature of the substance. അതായത് 3 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഒന്നിൽ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്നിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും മറ്റേതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷനിലോട്ട് ഇറക്കി വെക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റുകയാണെങ്കിൽ അത് ആസിഡാണ്. അതുപോലെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുകയാണെങ്കിൽ അത് ആൽക്കലിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ മുക്കുന്ന സമയത്ത് ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, റെഡായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ആസിഡാണ്. ഓക്കെ, ഇനി നമ്മൾ എല്ലാത്തിലും ഇതുപോലെ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കി കഴിഞ്ഞാൽ അത് ബ്ലൂ ആക്കി മാറുന്നത് ഏതിലായിരിക്കും, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലായിരിക്കും. കാരണം അതാണ് ആൽക്കലി. ഇനി നമ്മൾ 3 ടെസ്റ്റ് ട്യൂബിലേക്കും ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ആസിഡ് ആണെങ്കിൽ അത് കളർലെസ് ആണ്, പക്ഷെ ബേസ് ആൽക്കലി ആണെങ്കിൽ അത് പിങ്ക് കളറാണ് കാണിക്കുക അല്ലേ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലി. അത് ഏതാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ അതിന് ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോഴോ അതിനെന്തെങ്കിലും കളർ ചേഞ്ച് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. നോ. വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് റിവീൽഡ് ഹിയർ. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്? യെസ്, വാട്ടർ ഈസ് എ ന്യൂട്രൽ സോൾവെൻറ്റ്. വാട്ടർ എന്ന് പറയുന്നത് ആസിഡോ ബേസോ അല്ല, ന്യൂട്രൽ ആയിട്ടുള്ളൊരു സോൾവെൻ്റ് ആണ് അല്ലെങ്കിൽ കോമ്പൗണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ അമൗണ്ട്സ് ഓഫ് H+ ions and OH- ions are formed in the neutral solvent water due to slight ionization. അപ്പോൾ ഈ വാട്ടറിനകത്ത് നേരിയ തോതിലുള്ള അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്, H2O ആണ് അല്ലേ. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് H+ഉം OH- ആയിട്ടാണ് മാറുക. അപ്പോൾ ഈ H+ഉം OH- ആയിട്ട് മാറുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയണൈസേഷൻ്റെ സമയത്ത് വാട്ടർ അയണൈസ് ചെയ്യുന്ന സമയത്ത് H+ അയോൺസിൻ്റെയും അതുപോലെ OH- അയോൺസിൻ്റെയും എമൗണ്ട് സെയിമാണ്. അതായത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലെങ്കിൽ നമ്മൾ അതിനെ ആസിഡ് എന്ന് വിളിക്കും. OH- അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലി എന്ന് വിളിക്കും. പക്ഷെ ഇത് രണ്ടും ഇതിൽ സെയിം ആയതുകൊണ്ട് ഇതിനെന്ത് ചെയ്യും, ന്യൂട്രൽ സോൾവെൻ്റ് എന്നാണ് നമ്മൾ വാട്ടറിനെ പറയുന്നത്.
What happened to the amount of H plus ions when a little acid is added to water? ഇനി നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷന് അല്ലെങ്കിൽ എച്ച് പ്ലസ് അയോൺസിൻ്റെ എമൗണ്ടിന് എന്ത് സംഭവിക്കും എന്നാണ്. എച്ച് പ്ലസ് അയോൺസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? കാരണം ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സാധനം. ദെൻ വാട്ട് ഹാപ്പൻ ഇഫ് ആൽക്കലി ഈസ് ആഡഡ്? ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH മൈനസ് അയോൺസിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH മൈനസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഗോട്ട് ഇറ്റ്? സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡ് ആണെന്നും സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണെന്നും വാട്ടർ ഒരു ന്യൂട്രൽ സോൾവെൻറ്റ് ആണെന്ന് മനസ്സിലാക്കി. മെയിനായിട്ട് പറഞ്ഞത് എന്തായിരുന്നു? വാട്ടർ ഒരു ന്യൂട്രൽ സോൾവെൻറ്റ്, ദാറ്റ് ഈസ് വാട്ടർ ഈസ് നെയ്തർ ആൻ ആസിഡ് നോർ ആൻ ആൽക്കലി. ഒരു ആസിഡും അല്ല ഒരു ആൽക്കലിയും അല്ല. വാട്ടർ ഈസ് എ ന്യൂട്രൽ കോമ്പൗണ്ട്. ഇനിയാണ് നമ്മൾ pH സ്കെയിൽ എന്താണ് അല്ലെങ്കിൽ pH വാല്യൂ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് determination of pH value is the scientific method for finding the acidic or alkaline nature of substance. അപ്പോൾ pH വാല്യൂ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിൻ്റെ അസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയമായ രീതിയാണ്. Danish scientist Sorensen devised the pH scale for this. ഈ pH സ്കെയിൽ ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? സോറൻസൻ എന്ന സയൻറ്റിസ്റ്റാണ്. The pH scale was devised based on the H plus ion concentration in the solution. ഒരു സൊല്യൂഷനിലെ H plus അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ്ഡ് ആണോ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആണോ എന്നതിൻ്റെ ബേസിലാണ് ഈ pH സ്കെയിൽ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ pH സ്കെയിലിൻ്റെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സൊല്യൂഷൻ്റെയോ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന എന്ത് സബ്സ്റ്റൻസിനായാലും H പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ബേസിലാണ് നമ്മളത് ബേസ് ആണോ അല്ലെങ്കിൽ ആസിഡ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒബ്സർവ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് pH സ്കെയിൽ ഈസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ളതാണ് pH സ്കെയിൽ. അതായത് pH സ്കെയിലിൽ 0 to 14 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. ഓക്കെ, അതിൽ 7 pH വാല്യൂ 7 ആണെങ്കിൽ ആ കോമ്പൗണ്ട് എന്താണ്? ന്യൂട്രൽ കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ അത് ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ വാട്ടറിൻ്റെ pH വാല്യൂ അപ്പോൾ എത്രയാണ്? 7 ആണ് അല്ലേ? 7 ആണെങ്കിൽ അതെന്താണ്? ന്യൂട്രലാണ്. ഇനി 7നേക്കാളും താഴെ, അതായത് 0 to 7 ആണ് pH വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. അസിഡിക് ആയിരിക്കും അതിൻ്റെ നേച്ചർ. ഇനി 7നേക്കാളും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വാല്യൂ, അതായത് 7 to 14 ആണ് pH വാല്യൂ എങ്കിൽ അത് എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഓക്കെ, ആ കോമ്പൗണ്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ pH സ്കെയിൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. വാട്ട് ഇസ് ദ pH വാല്യൂ ഓഫ് ന്യൂട്രൽ സൊല്യൂഷൻ? ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH വാല്യൂ എത്രയാണ്? 7. ആൻഡ് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ ഹാവിങ് pH വാല്യൂ മോർ ദാൻ 7? 7നേക്കാളും കൂടുതലാണ് pH വാല്യൂ എങ്കിൽ ആ സൊല്യൂഷൻ്റെ നേച്ചർ എന്തായിരിക്കും? അത് ആൽക്കലി അല്ലെങ്കിൽ ബേസിക് ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ ഹാവിങ് pH വാല്യൂ ലെസ് ദാൻ 7? 7നേക്കാളും ലെസ് ദാൻ ആയിട്ടാണ് pH വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് അസിഡിക് ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നോക്കൂ. The pH scale is the method used to express the acidic or basic nature of a substance based on the amount of H plus ion present in their aqueous solution. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലെ H plus അയോൺസിൻ്റെ എമൗണ്ടിൻ്റെ ബേസിൽ ആ ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് pH സ്കെയിൽ. On the basis of pH scale, the pH value of neutral solution is 7. pH scale ബേസിൽ pH value neutral solution pH value 7 ആണ്. pH value of acid is less than 7. ആസിഡിൻ്റെ pH value എപ്പോഴും 7നേക്കാൾ താഴെ ആയിരിക്കും. and that of base is greater than 7. ബേസിൻ്റെ ആണെങ്കിൽ pH value 7നേക്കാൾ കൂടുതലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ
പി എച്ച് വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ്. പി എച്ച് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പി എച്ച് പേപ്പർ ഇവിടെ കൊടുത്ത് കണ്ടോ. പി എച്ച് പേപ്പറിൽ ഒരു ലൈറ്റ് പച്ച അതൊരു കളറിലായിരിക്കും പി എച്ച് പേപ്പർ ഉണ്ടാവുക. ഓക്കെ, ഈ പി എച്ച് പേപ്പറിനെ നമ്മൾ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനിൽ മുക്കുക. ഓക്കെ, അപ്പോൾ ഈ പി എച്ച് പേപ്പറിനെ ഈ സൊല്യൂഷനിൽ മുക്കുന്ന സമയത്ത് ഈ പി എച്ച് പേപ്പർ ഇവിടെ കൊടുത്തിട്ട് കണ്ടോ പി എച്ച് സ്കെയില്. ഈ പി എച്ച് സ്കെയിലുള്ള കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തുള്ളൂ പോലെ. ഇപ്പോൾ കണ്ടോ ഇത് പി എച്ച് ഏതോ ഒരു സൊല്യൂഷനിൽ മുക്കിയപ്പോൾ നമുക്കൊരു യെല്ലോ കളറാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ പി എച്ച് വാല്യൂ 5 ആണെങ്കിൽ ഇറ്റ് ഈസ് ആസിഡിക് ഓർ ബേസിക്? യെസ്, ഇറ്റ് ഈസ് ആസിഡിക്. കാരണം പി എച്ച് വാല്യൂ 7നേക്കാൾ താഴെയാണെങ്കിൽ അത് ആസിഡിക് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. ഇനി നമ്മൾ വേറൊരു സൊല്യൂഷനിൽ പി എച്ച് പേപ്പർ മുക്കിയപ്പോൾ നമുക്ക് ഒരു ഗ്രീനാണ് കിട്ടിയെന്ന് വിചാരിക്കാം, ഒരു ഡാർക്ക് ഗ്രീനാണ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യുക, ആ ഡാർക്ക് ഗ്രീന് പി എച്ച് പേപ്പറിനെ ഈ പി എച്ച് സ്കെയിലിൽ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. ഏത് കളറാണ് അതിനായിട്ട് മാച്ച് ആയതെന്ന് നോക്കുക. അപ്പോൾ ഡാർക്ക് ഗ്രീനാണ് മാച്ച് ആയിട്ടുള്ളതെങ്കിൽ എന്താണ്, അതിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? 7 ആണ് അല്ലേ. 7 ആണെങ്കിൽ എന്താണ്, അത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അത് എന്തായിരിക്കും? അതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആയിരിക്കും. ഇനി ഇതുപോലെ നമ്മൾ വേറൊരു സൊല്യൂഷനിൽ പി എച്ച് പേപ്പർ മുക്കി വെച്ചു. പി എച്ച് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ, ഇത് പി എച്ച് സ്കെയിലാണ്. പി എച്ച് പേപ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല, ഒരു ലൈറ്റ് മഞ്ഞ അല്ലെങ്കിൽ ലൈറ്റ് പച്ച അങ്ങനത്തെ ഒരു കളറിലാണ് പി എച്ച് പേപ്പർ വരിക. എന്നിട്ട് നമ്മൾ പി എച്ച് പേപ്പറിനെ വേറൊരു സൊല്യൂഷനിൽ മുക്കി. വേറൊരു സൊല്യൂഷനിൽ മുക്കിയ സമയത്ത് നമുക്ക് റെഡ് കളറാണ് ആ പി എച്ച് പേപ്പർ കിട്ടിയെന്ന് വിചാരിക്കുക, പി എച്ച് പേപ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പി എച്ച് സ്കെയിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. ഏത് കളറുമായിട്ടാണ് മാച്ച് എന്ന് നോക്കുക. അപ്പോൾ ആ മാച്ച് ആയ കളറിന് നേരെ പി എച്ച് വാല്യൂ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് 1 ആണെങ്കിൽ, പി എച്ച് വാല്യൂ 1 ആണെങ്കിൽ എന്തായിരിക്കും? അത് ആസിഡ് ആയിരിക്കും. അത് 7നേക്കാൾ താഴെയാണെങ്കിൽ അത് ആസിഡിക് നേച്ചർ ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു സൊല്യൂഷനിൽ മുക്കിയപ്പോൾ നമുക്ക് കളറ് പി എച്ച് പേപ്പറിൻ്റെ കളറ്, പി എച്ച് പേപ്പർ ഒരു ഒറ്റ കളറിലായിട്ടുള്ള സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പി എച്ച് പേപ്പറിനെ നമ്മൾ ഒരു സൊല്യൂഷനിൽ മുക്കിയപ്പോൾ നമുക്കിപ്പോൾ ഒരു ബ്ലൂ കളറാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പി എച്ച് പേപ്പറിനെ എടുത്തിട്ട് ഈ പി എച്ച് സ്കെയിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഏത് കളറിനോടാണോ മാച്ച് ആയിട്ടുള്ളത് നോക്കി. അതിൻ്റെ പി എച്ച് വാല്യൂ ഇതിൽ എഴുതിയിട്ടുണ്ടാവും പി എച്ച് സ്കെയിലിൽ. അപ്പോൾ നമ്മൾ ആ വാല്യൂ കണ്ടെത്തി. അപ്പോൾ 10 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് ബേസിക് ആണ്. കാരണം 7നേക്കാൾ മുകളാണെങ്കിൽ അത് ബേസിക് നേച്ചർ ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് സൊല്യൂഷൻസിൻ്റെ പി എച്ച് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ട് അത് ആസിഡ് ആണോ ബേസ് ആണോ, ആസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ എന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, പി എച്ച് പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ പി എച്ച് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കണ്ടെത്തേണ്ട സൊല്യൂഷനിലേക്ക് പി എച്ച് സൊല്യൂഷൻ നമ്മൾ ഒഴിച്ച് നോക്കുക. അപ്പോൾ ആ സൊല്യൂഷൻ്റെ കളറ് മാറുമല്ലോ. ആ കളറ് മാറുന്നത് ഈ പി എച്ച് സ്കെയിലിലെ ഏത് കളറുമായിട്ടാണ് മാച്ച് നോക്കുക. പി എച്ച് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക, ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പി എച്ച് മീറ്റർ എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനും ഇതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഒരു പ്രോബ് കണ്ടോ. ആ മോനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ട സൊല്യൂഷനിൽ താഴ്ത്തി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പി എച്ചിൻ്റെ റീഡിങ് കാണിക്കും. ഇത് പി എച്ച് വാല്യൂ ആണ് കാണിക്കുക കേട്ടോ. അപ്പോൾ പി എച്ച് വാല്യൂ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണെന്ന് പറയാം. 7 താഴെയാണെങ്കിൽ ആസിഡിക് നേച്ചർ ആണെന്ന് പറയാം. അതിൻ്റെ 7 മുകളിലാണെങ്കിൽ ബേസിക് നേച്ചർ ആണെന്ന് പറയാം. ഓക്കെ, നമ്മളോട് ടെക്സ്റ്റിനകത്ത് നമുക്ക് കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പി എച്ച് വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ട് അത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വിനാഗറാണ്. വിനാഗറിൽ നമ്മൾ പി എച്ച് പേപ്പർ മുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ലൈറ്റ് യെല്ലോ നമ്മുടെ പി എച്ച് സ്കെയിലിൽ ലൈറ്റ് യെല്ലോ വരുന്നത് 4 അല്ലേ. 4-നാണ് ലൈറ്റ് യെല്ലോ വരുന്നത്.
അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, നമ്മളവിടെ എഴുതുക പി എച്ച് വാല്യൂ 4 എന്ന് എഴുതുക. ആൻഡ് അപ്പോൾ 4 ആണെങ്കിൽ എന്താണ്, ആസിഡാണ്. ഓക്കെ. ഇനി ലൈം വാട്ടറിൽ നമ്മൾ പി എച്ച് പേപ്പർ മുക്കിയപ്പോൾ ആ പി എച്ച് പേപ്പറിൻ്റെ കളർ ബ്ലൂ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പി എച്ച് സ്കെയിലിൽ അത് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് തോന്നിയത് 11 ആണ്. ഓക്കെ. ആൻഡ് 11 ആണെങ്കിൽ 7 മുകളിലാണെങ്കിൽ അത് ആൽക്കലിയാണ്. ഇനി ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ പി എച്ച് പേപ്പർ മുക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് റെഡ് കളറാണ്. അപ്പോൾ അത് നമ്മൾ പി എച്ച് സ്കെയിലുമായി കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പി എച്ച് വാല്യൂ 1 ആണ്. സോ ഇറ്റ് ഈസ് ആസിഡിക്. ബിലോ 7 ഇറ്റ് ഈസ് ആസിഡിക്. ഇനി വാട്ടറിലാക്കിയപ്പോൾ നമുക്ക് എന്താണ്, നോ കളർ ചേഞ്ച് ആണ്. നോ കളർ ചേഞ്ച് മീൻസ് എന്താണ്, യെസ് അത് 7 ആണെന്നാണ് മീനിങ് അല്ലേ. അപ്പോൾ പി എച്ച് പേപ്പറിൻ്റെ കളർ ഏകദേശം ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പി എച്ച് പേപ്പറിൻ്റെ കളറ് ഈ 7 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഈ 7 എഴുതിയിട്ടുള്ളതുമായി റിലേറ്റ് ചെയ്തൊരു കളറായിരിക്കും. അതാണ് നോ കളർ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ലൈറ്റ് ഗ്രീന് ഒക്കെ ആയിട്ടാണ് പി എച്ച് പേപ്പറിൻ്റെ കളർ തന്നെ വരിക. അപ്പോൾ ആ കളർ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് മീനിങ്, അത് ന്യൂട്രൽ ആണെന്നാണ് മീനിങ്. സോ വാട്ടർ ഈസ് ന്യൂട്രൽ, ഇറ്റ്സ് പി എച്ച് വാല്യൂ ഈസ് 7. നെക്സ്റ്റ് വാഷിംഗ് സോഡ സൊല്യൂഷൻ. വാഷിംഗ് സോഡ സൊല്യൂഷനിൽ പി എച്ച് പേപ്പർ, അതായത് ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള പി എച്ച് പേപ്പർ മുക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പി എച്ച് പേപ്പറിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ 9 ആണ് അതിൻ്റെ പി എച്ച് വാല്യൂ വരുന്നത്. സോ ഇറ്റ് ഈസ് ആൽക്കലി. അമോണിയ സൊല്യൂഷനിൽ നമ്മൾ പി എച്ച് പേപ്പർ മുക്കിയപ്പോൾ നമുക്ക് ബ്ലൂ കളറാണ് പി എച്ച് പേപ്പറിന് കിട്ടിയത്. 10.5 ആണ് അതിൻ്റെ പി എച്ച് വാല്യൂ, 10. ഓക്കെ. സോ ഇറ്റ് ഈസ് ആൽക്കലി. ആൻഡ് നെക്സ്റ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനിൽ നമ്മൾ പി എച്ച് പേപ്പർ മുക്കുന്ന സമയത്ത് നമുക്ക് നോ കളർ ചേഞ്ച് ആണ് കിട്ടുക. അതായത് പി എച്ച് പേപ്പറിൻ്റെ കളർ ഏതാണോ അത് തന്നെയായിരിക്കും പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനിൽ മുക്കുമ്പോഴും കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് പി എച്ച് വാല്യൂ ഈസ് 7 ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രൽ. ഇനി അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ അതിൽ പി എച്ച് പേപ്പർ മുക്കിയപ്പോൾ നോ കളർ ചെയ്തു. പി എച്ച് പേപ്പറിൻ്റെ കളർ തന്നെയാണ് കാണിച്ചത്. സോ പി എച്ച് വാല്യൂ ഈസ് 7 ആണ്. പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ ഇറ്റ് ഈസ് ന്യൂട്രൽ. ഓക്കെ. അപ്പം നിങ്ങളിത് ടെക്സ്റ്റിനകത്ത് ഫില്ല് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ബേസിൽ നോക്കൂ ക്വസ്റ്റ്യൻ. Is it the acidic nature or basic nature that increases with an increase in pH value? pH value increase ചെയ്യുന്നതിനനുസരിച്ച് ബേസിക് നേച്ചർ ആണോ ആസിഡിക് നേച്ചർ ആണോ കൂടുന്നത്? യെസ്, ബേസിക് നേച്ചർ ആണ് അല്ലേ കൂടുന്നത് അല്ലേ. അതായത് പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ബേസ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ. അതായത് 7നേക്കാൾ മുകളിലായി കഴിഞ്ഞാലും അത് ബേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. Does the amount of H+ ion increase or decrease with an increase in pH value? അപ്പോൾ പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് H+ അയോൺസിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യുക. അതായത് പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബേസിക് നേച്ചറാണ് ഇൻക്രീസ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അതിൽ OH- അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് H+ അയോൺസിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. കാരണം ബേസിക് നേച്ചറാണ് വരുന്നത് പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഓക്കെ. ആസിഡിക് നേച്ചർ ആയിരുന്നു എങ്കിൽ എന്താണ് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ബേസിക് നേച്ചർ ആയതുകൊണ്ട് അത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. The pH value of soil is an important factor for crops. It is important to identify whether the soil of a region is suitable for a particular crop. Acidic soil is suitable for some crop while basic soil for a few others. Is it now clear that it is better to determine the pH of soil before farming? അപ്പോൾ നമ്മൾ pH വാല്യൂ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു വന്നത് തന്നെ ഒരു കൾട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അല്ലേ. അതായത് സോയിലിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ സോയിൽ ഏത് ക്രോപ്പിനാണ് സ്യൂട്ടബിൾ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ചില ക്രോപ്പിന് ചില വിളകൾക്ക് ആസിഡ് സോയിലായിരിക്കും വേണ്ടത്, ചില ക്രോപ്സിന് ബേസിക് സോയിലായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കും?
pH സ്കെയിൽ വെച്ചിട്ട് കണ്ടുപിടിക്കും. അതായത് pH വാല്യൂ ഡിറ്റർമിൻ ചെയ്തിട്ട് അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് തീരുമാനിക്കും. എന്നിട്ട് അതിനനുസരിച്ച് ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നോക്കൂ, soil having pH in the range 6.5 to 7.2 is suitable for majority of crop. ഏകദേശം എല്ലാ വിളകൾക്കും 6.5 മുതൽ 7.2 വരെയാണ് pH വാല്യൂ വരേണ്ടത്. A pH of 7 to 18 is suitable for crops like carrot, cabbage, etc. അപ്പോൾ ക്യാരറ്റും ക്യാബേജിൻ്റെ ഒക്കെ pH സ്കെയിൽ സോയിലിൻ്റെ pH വാല്യൂ എത്ര വേണ്ടത്? 7 മുതൽ 8 വരെയാണ് വേണ്ടത്. ഇനി സോയിൽ pH വാല്യൂ എബൌട്ട് 5 ഈസ് സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് ലൈക്ക് പൊട്ടാറ്റോ ഒക്കെ ആണെങ്കിലോ pH വാല്യൂ 5 ഉള്ള സോയിൽ മതി. ഓക്കെ, അപ്പോൾ pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് pH വാല്യൂ എന്താണെന്നും അതുപോലെ pH വാല്യൂ pH സ്കെയിൽ എന്താണെന്നും pH മീറ്റർ എന്താണെന്നും പറഞ്ഞു. ദെൻ pH സ്കെയിലിനകത്തുള്ള കാര്യങ്ങൾ, അതായത് pH സ്കെയിലിൽ 0 to 14 വരെയാണ് ഉണ്ടാകുന്നത്. അതിൽ 7 ആണെങ്കിൽ ന്യൂട്രലും 7 താഴെയാണെങ്കിൽ ആസിഡും ആൻഡ് 7 മുകളിലാണെങ്കിൽ ബേസും ആയിരിക്കും ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ദെൻ pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്തിട്ട് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. ഓക്കെ, ആൻഡ് അതിൻ്റെ അപ്ലിക്കേഷൻ, അതായത് pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതായത് ക്രോപ്സിന്. ഓക്കെ, ദെൻ നമ്മൾ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ pH വാല്യൂ എന്താണ് വരുന്നത്, അതിൻ്റെ കളർ ചേഞ്ച്, pH പേപ്പറിൻ്റെ കളർ ചേഞ്ചിൻ്റെ ബേസിൽ അത് കണ്ടുപിടിച്ചു. അത് ആസിഡാണോ ബേസ് ആണോ എന്ന് തീരുമാനിച്ചു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.